ഹായ്, വെൽക്കം ടു ബിഗ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ബന്ധപ്പെട്ട് അത് സോൾവ് ചെയ്യാൻ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും പിന്നെ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ ഇതാണ്: ഇഫ് 11x1y ബേസ് 8 ഈസ് ഈക്വൽ ടു 12c9 ബേസ് 16, then the values of x and y are. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഓപ്ഷൻ എ എന്ന് പറയുന്നത് 5-1, ഓപ്ഷൻ ബി 7-5, ഓപ്ഷൻ സി 5-7, ഓപ്ഷൻ ഡി 3-7. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമ്മളുടെ ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസറിന് തന്ന സിലബസിലെ ഈ ഒരു പാർട്ട്, അതായത് നമ്പർ സിസ്റ്റം എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാൻ ബൈനറി നമ്പേഴ്സിന്റെ റെപ്രസെന്റേഷൻ, ദെൻ അതിലെങ്ങനെ ഫ്രാക്ഷൻ ആയാലും ഇൻഡിജേഴ്സ് ആയിട്ടും റെപ്രസെന്റ് ചെയ്യുന്ന കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഇൻഡിജർ മാത്രം മതി. ദെൻ ഓക്ടൽ ആൻഡ് ഹെക്സാഡെസിമൽ, കാരണം നമുക്ക് തന്ന ക്വസ്റ്റ്യനിൽ ബേസ് 8ഉം ബേസ് 16 ആണ് തന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ അറിയണം, ആ ഈ കാര്യമാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ദെൻ എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ള കാര്യം അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ എന്താണ് നമ്പർ സിസ്റ്റം അല്ലെ. തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സുകൾ തമ്മിലുള്ള എന്തൊരു കമ്പാരിസൺ തന്നു, ദെൻ അതിൽ എക്സും വൈ ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞു. അപ്പൊ നമ്മൾ എന്താണ് നമ്പർ സിസ്റ്റം? നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ച് സെറ്റ് ഓഫ് സിമ്പിൾസ് വെച്ചിട്ടാണ് നമ്മൾ നമ്പേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുക അല്ലെ. ഇപ്പൊ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഒരു നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഡിജിറ്റൽ ആണ് അല്ലെ, സോറി ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. സോ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് വരുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? 0, 1, 2, 3 എക്സെട്ര അപ് ടു 9 അല്ലെ. ആ സിമ്പിൾസ് വെച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതുന്നത്. അത്രയും സിമ്പിൾസ് ആണ്, ടോട്ടൽ 10 സിമ്പിൾസ് അല്ലെ. 10 സിമ്പിൾസ്. ആ സിമ്പിൾസ് വെച്ചുകൊണ്ടാണ് നമ്മൾ ഏത് നമ്പർ എഴുതുന്നത്. നിങ്ങൾ കണക്കിലൊരു കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഒരു നമ്പർ എഴുതാന്ന് പറഞ്ഞാൽ ഇത്രയും സിമ്പിൾസേ വരുള്ളൂ. അതിനപ്പുറത്തൊരു സാധനം വന്നാൽ നമ്മൾ എന്ത് പറയും? അതൊരു ഡെസിമൽ സിസ്റ്റത്തിലുള്ള ആളല്ല എന്ന് പറയും അല്ലെ. അപ്പൊ അങ്ങനെ നമുക്ക് ഓരോ നമ്പർ സിസ്റ്റം, ഈ ഡെസിമൽ അല്ലാണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടി ഫെമിലർ ആയിട്ടുള്ള, കമ്പ്യൂട്ടർ സയൻസ് ഫെമിലർ ആയിട്ടുള്ള അടുത്തൊരു നമ്പർ സിസ്റ്റം ആണ് ഇത് ബൈനറി അല്ലെ. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ വരുന്ന സിമ്പിൾസ് ഏതൊക്കെയാണ്? 0ഉം 1ഉം. ടോട്ടൽ എത്ര സിമ്പിൾസ് ഉണ്ട്? 2 സിമ്പിൾസ് അല്ലെ. 0ഉം 1ഉം എന്ന് പറയുന്നത് 2 സിമ്പിൾസ്. ഡെസിമലിന്റെ കേസിലോ 0 തൊട്ട് എത്ര 9 വരെ, 9 വരെ. ടോട്ടൽ എത്ര സിമ്പിൾസ്? 10 യുണീക് സിമ്പിൾസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 യുണീക് സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത് ബൈനറിയിൽ. അങ്ങനെ നമുക്കൊരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന യുണീക് സിമ്പിൾസിന്റെ എണ്ണത്തിനെയാണ് എന്ത് പറയുന്നത്? ആ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് ഓർ റാഡിക്സ് എന്ന് പറയുന്നത്. എന്ന് വെച്ചാ നമ്മൾ ഡെസിമൽ എടുക്കുന്നു. ഡെസിമലിൽ ടോട്ടൽ നമ്മൾ 10 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ 10 സിമ്പിൾസ് ഉണ്ട്, 10 ആയതുകൊണ്ട് നമ്മൾ ആ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എത്രയാണ്? 10 ആണ്. അല്ലെങ്കിൽ അതിന് എന്തും കൂടെ പറയാറുണ്ട്? റാഡിക്സ്. ടേം മറന്നു പോകരുത്, റാഡിക്സ്. അപ്പം ബൈനറിയുടെ ബേസ് എന്താണ്? 2 അല്ലെ. 2 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. 0, 1 എന്ന് പറയുന്ന 2 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ 2 സിമ്പിൾസ് ആയതുകൊണ്ട് അതിന്റെ ബേസ് എന്താണ്? 2 ആണ്. അപ്പം ഇങ്ങനെ നമുക്ക് നമ്പർ സിസ്റ്റം, പല ടൈപ്പ് ഓഫ് നമ്പർ സിസ്റ്റംസ് ഉണ്ട്. അതിന്റെ ബേസും ആണ് ഇവിടെ പറഞ്ഞത്, അതിന്റെ സിമ്പിൾസും. ഡെസിമൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു 10 ആണ് അതിന്റെ ബേസ്. ബിക്കോസ് കാരണവും പറഞ്ഞു നമ്മൾ 0 to 9 വരെയുള്ള ടോട്ടൽ 10 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുക. ബൈനറി നമ്മൾ പറഞ്ഞു 0, 1 ആണ് അതിന്റെ സിമ്പിൾസ്. ടോട്ടൽ 2 സിമ്പിൾസ് ആയതുകൊണ്ട് ബേസ് 2 ആണ്. ഇനി അടുത്ത ആൾക്കാരാണ് നമ്മൾ അധികം കേട്ടിട്ടുണ്ടാവില്ല, ഒന്ന് ഒക്ടൽ. ഒക്ടൽ എന്ന് പറഞ്ഞാൽ ടോട്ടൽ എത്ര സിമ്പിൾസ്? 8 സിമ്പിൾസ്. മറന്നുപോയത്, ടോട്ടൽ 8 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ 8 സിമ്പിൾസ് എന്ന് പറയുമ്പോൾ പ്രശ്നമൊന്നുമില്ല. നേരത്തെ 9 വരെ എടുത്തപ്പം ഇനി നമുക്ക് ആൾക്കാരെ കുറച്ചാളണം അല്ലെ. എത്ര ആൾക്കാരെ കുറക്കണം? 2 ആൾക്കാരെ കുറച്ചാളണം. 8നെയും 9നെയും കട്ട് ചെയ്തോളൂ. 0 to 7 വരെ ടോട്ടൽ 8 സിമ്പിൾസ്. 0 to 7 വരെയുള്ള സിമ്പിൾസ് ആണ്. 0, 1, 2, 3, 4, 5, 6, 7. 8ഉം 9ഉം ഇല്ല കേട്ടോ. ടോട്ടൽ 8 സിമ്പിൾസ്. സോ അതിന്റെ ബേസ് എന്താണ്? 8 ആണ്. ഹെക്സാഡെസിമൽ വരുമ്പോ ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 16. ഹെക്സാഡെസിമൽ എന്ന് പറഞ്ഞാൽ 16 ആണ് അതിന്റെ ബേസ് വാല്യൂ. ദാറ്റ് മീൻസ് 16 ഡിഫറെന്റ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നുണ്ട്. 10 വരെ നേരത്തെ പറഞ്ഞ ആൾക്കാർ തന്നെ, നമ്മൾ ഡെസിമൽ എടുത്ത ആൾക്കാർ. പിന്നെ നമുക്ക് 6 ആൾക്കാർ കൂട്ടിപ്പിടിക്കണം അല്ലെ. 6 ആൾക്കാർ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വന്ന ആൾക്കാർ എന്ന ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയ ABCDEF. ABCDEF. ഇതിനെ നമ്മൾ ഡെസിമലിൽ നോക്കുകയാണെങ്കിൽ ഇത് 11 ആയിരിക്കും, ഇത് 12, 13, 14, 15, 16.
ഇതിന്റെ തിരിച്ചും മറിച്ചുള്ള കൺവേർഷൻ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. ഡെസിമൽ ടു ബൈനറി, ബൈനറി ടു ഡെസിമൽ, ഒക്ടൽ ടു ഡെസിമൽ, ഒക്ടൽ ടു ബൈനറി, ഒക്ടൽ ടു ഹെക്സാഡെസിമൽ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഇതിന്റെ എഡിഷനും കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് ശരിക്കും. അപ്പം ബേസ് എന്ന കാര്യം പറഞ്ഞല്ലോ, ഒരു നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന യൂണിക് സെറ്റ് ഓഫ് സിമ്പിൾസിനാണ് അതിന്റെ ബേസ് എന്ന് പറയുന്നത്. അങ്ങനെ ബേസ് ബി ആണെങ്കിൽ നമ്മൾ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എൻ. ഇനിയിപ്പോൾ നമ്പർ എൻ ആണെങ്കിൽ അതിന്റെ താഴെ സഫിക്സ് ആയിട്ട് നമ്മൾ എന്തിടും, ആ ബേസ് റെപ്രസെന്റ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാനൊരു നമ്പർ എഴുതുന്നു 2, 4, 5. ഇതിന്റെ ബേസ് ഒക്ടലാണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലാണ് ബേസ് എത്രയായിരിക്കും? 8 അല്ലെ. ഇനി അതായത് ഇവിടെ ഇട്ടിട്ടാണ് കാണിക്കുന്നത്. സാധാരണ നമ്മൾ ഡെസിമൽ എഴുതുമ്പോൾ നമ്മളിപ്പോൾ നമ്മളെ കാൽക്കുലേഷനിൽ എഴുതുമ്പോൾ നമ്മൾ ബേസ് എഴുതാറുണ്ടോ? ഇല്ല. കാരണം എന്താ? അത് ഡിഫോൾട്ട് ആണ്. ഡെസിമലിൽ നമ്മൾ അതിന്റെ ബേസ് എഴുതാറില്ല. ഒരു ബേസും എഴുതിയില്ല അതെന്താണ്? ഡെസിമൽ ആണ്. എക്സ്പ്ലിസിറ്റ്ലി അത് സ്റ്റേറ്റ് ചെയ്തിട്ടില്ല. വേറെ നമ്പർ സിസ്റ്റത്തിൽ അതൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് അതെന്തായിട്ട് എടുക്കാം? ബേസ് 10 ആയിട്ട് എടുക്കാം. അപ്പം ഇതൊരു നമ്പർ സിസ്റ്റം പറഞ്ഞിരിക്കുന്നത്, ഒരു നമ്പർ സിസ്റ്റം ത്തിലുള്ള നമ്പറാണ് n, അതിന്റെ ബേസ് ബി ആണ്. അപ്പൊ അതിൽ നമ്മൾ നമ്പറിനെ കാണിച്ചിരിക്കുന്നുണ്ട് dn-1, ഇങ്ങനെ dn-1, dn-2 -1 ആണ്, എക്സെട്ര അപ് ടു d1, d0 പോയിന്റ് അല്ലേ. നമ്മൾ ഫ്രാക്ഷൻ നമ്പേഴ്സ് എഴുതാറുണ്ട്. പോയിന്റ് d1, d-1, d-2 എക്സെട്ര അപ് ടു d-n. ഇതാണ് ഇവിടെ എഴുതിയത് ഈ സാധനം. ഈ നമ്പറിൽ നമ്മൾ ഈ ഒരു പാർട്ട്, ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന, അതായത് പോയിന്റ് മുന്നേ ഉള്ള സാധനം, നമ്മളിപ്പോൾ 123.75 എന്ന് എഴുതുമ്പോൾ ഈ പോയിന്റ് മുന്നേ ഉള്ള സാധനം, ഈ ആൾക്കാർ എന്താ പറയുക? ഇതിന് ഇന്റഗ്രൽ പാർട്ട് അല്ലെ, ഇൻഡിജർ പാർട്ട് എന്ന് പറയും. ഇതിനെന്താ പറയുക? അതിന് ഫ്രാക്ഷണൽ പാർട്ട് ആണ് അല്ലെ. പോയിന്റ് വരുന്ന സാധനങ്ങൾ ഫ്രാക്ഷണൽ പാർട്ട്. ഇതെന്താണ്? അതിന്റെ റാഡിക്സ് പോയിന്റ്. നമ്മൾ ഡെസിമലിൽ ഡെസിമൽ പോയിന്റ് എന്ന് പറയും, ബൈനറിയിൽ ബൈനറി പോയിന്റ് ആണ് ശരിക്കും അത്. അപ്പം ഇതിനെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? റാഡിക്സ് പോയിന്റ്. ഇത് ഇന്റഗ്രൽ പാർട്ടാണ്, ഇത് ഫ്രാക്ഷണൽ പാർട്ടാണ്. അപ്പം ഇവിടെ വരുന്ന ഈ ഈ ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഈ നമ്പർ ഇല്ലേ, ഈ നമ്പറാണ് അതിന്റെ എന്ത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. പോയിന്റ് വരുന്ന ഒരു നമ്പറിന്റെ, അല്ലെങ്കിൽ പോയിന്റ് ഇല്ലെങ്കിലും ഇതിന്റെ ഏറ്റവും ലെഫ്റ്റ് മോസ്റ്റ് സൈഡിൽ വരുന്ന ആളാണ് ഇതിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. ഇവിടെ ഏറ്റവും റൈറ്റ് മോസ്റ്റ് സൈഡിൽ കിടക്കുന്ന ആളാണ് എന്ത്? അതിന്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ഡിജിറ്റ്. എന്ന് പറഞ്ഞാൽ ഞാൻ 6, 7, 3 എന്ന് എഴുതിയാൽ ഇവിടെ ഏറ്റവും വലിയ ആളാരാണ്? ഏറ്റവും വലിയ വാല്യൂ വരുന്ന ആർക്കാണ്? 6-നാണ് അല്ലേ. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇത് വൺസിന്റെ പൊസിഷൻ ആണ്, ഇത് ടെൻസിന്റെ പൊസിഷൻ ആണ്, ഇത് 100 പൊസിഷൻ ആണ്. കാരണം എന്താ? ബേസ് 10 ആയതുകൊണ്ട് ഇത് 10⁻0 എന്ന് പറഞ്ഞ പൊസിഷൻ ആണ്, ഇത് 10⁻1 എന്ന് പറയുന്ന പൊസിഷൻ ആണ്, അതാണ് 10 ആയത്. ഇത് 10⁻2 എന്ന് പറയുന്ന പൊസിഷൻ ആണ്, അതാണ് 100 ആയത്. നമ്മൾ നമ്പറിനെ എങ്ങനെ എഴുതാം? 673 എന്ന് പറയുന്നത്, നമുക്കൊരു പൈസ കൊടുക്കണമെങ്കിൽ നമ്മൾ 600 രൂപ പ്ലസ് 70 രൂപ പ്ലസ് 3 രൂപ അങ്ങനെയല്ലേ കൊടുക്കുക അല്ലേ. അതാണ് പറഞ്ഞ 600 കിട്ടിയ എങ്ങനെയാ? 6 ഇൻറ്റു ഇതിന്റെ ഈ പൊസിഷണൽ വെയിറ്റ് ആണ് നമ്മൾ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെ. 6 ഇൻറ്റു അതിന്റെ പൊസിഷണൽ വെയിറ്റ് എത്രയാ? 10⁻² ഉള്ളത് എന്ന് പറഞ്ഞാൽ 100 ആണ്, 600 ആണ്. ദെൻ 7 ഇൻറ്റു 10, അത് ടെൻസിന്റെ പൊസിഷനിലാണ് ഉള്ളത്. 3 ഇൻറ്റു 10⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ, 3 ആണ്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ നമ്പർ സിസ്റ്റത്തിലെ സാധനങ്ങൾ. ഇതിപ്പം ഞാൻ ഡെസിമലിലാണ് പറഞ്ഞത്, ഇതേ കാര്യം അപ്ലിക്കബിൾ ആണ് ഏത് ഒക്ടൽ എടുത്താലും ഹെക്സാഡെസിമൽ എടുത്താലും. ഞാൻ ഈ ഒരു നമ്പറിനെ എഴുതുക എന്ന് പറഞ്ഞാൽ ഇയാൾ 10⁻0 എന്ന് പറഞ്ഞ പൊസിഷനിലാണ്, ഇത് 10⁻1 എന്ന് പറയുന്ന പൊസിഷനിലാണ്, ഇത് 10⁻2 എന്ന് പറയുന്ന പൊസിഷനാണ്. ഇനി ഞാൻ വേറൊരു നമ്പർ എഴുതുന്നു, A9B എന്ന് എഴുതി. ഇത് ഏത് നമ്പർ സിസ്റ്റത്തിൽ വരിക? കാരണം ഇതിലെ സിമ്പിൾസ് എയും ബിയും ഒക്കെ വന്നിട്ടുണ്ട്. ഇതാരാണ്? ഹെക്സാഡെസിമൽ. എന്ന് പറഞ്ഞാൽ ഇയാൾ 16⁻0 അല്ലെ, 16 ആണ് ബേസ്. 16⁻0 എന്ന് പറഞ്ഞ പൊസിഷനാണ് ബി കിടക്കുന്നത്. 16⁻1 എന്ന് പറയുന്ന പൊസിഷനാണ് 9 കിടക്കുന്നത്. 16⁻2 എന്ന് പറയുന്ന പൊസിഷനാണ് എ കിടക്കുന്നത്. ഞാൻ ഇപ്പൊ എടുത്ത എക്സാമ്പിൾസ് എല്ലാം 3 ഡിജിറ്റ് ആണ്, അതുകൊണ്ട് 3 ഡിജിറ്റ് മാത്രമേ വരുള്ളൂ എന്നൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് പോകും തോറും എന്ത് ചെയ്യുന്നു? ഇതിന്റെ പവറിൽ കൂടി വരും. ഇത് 16⁻3 പോവും, 16⁻4 പോവും. ഇനി ഇവിടെ പോയിന്റ് ഇട്ടിട്ടുള്ളതാണെങ്കിൽ ഇവിടെ എന്ത് വരും? 16⁻1 ആയി വരും. അടുത്ത പൊസിഷനിൽ 16⁻2 ഇങ്ങനെ പോകും. അത് ഒക്ടലായും അതേപോലെ തന്നെ ഇവിടെ 8⁻1 വരും, 8⁻2 വരും, ഇങ്ങനെ പോകും. ഓക്കെ. ബൈനറി ആണെങ്കിലും 2⁻0, 2⁻1, 2⁻2 ഇങ്ങനെ പോകും. ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ആൾക്കാർ 2⁻1 എന്ന് പറയും. ഓക്കെ.
അപ്പം അതാണ് ഈ പറഞ്ഞ കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഡെസിമലിന്റെ കേസിൽ അതിന്റെ കാൽക്കുലേഷൻ 7240 എന്ന് പറഞ്ഞാൽ ഇയാള് 10⁻0 എന്ന് പറഞ്ഞ പൊസിഷനാണ്. ഇത് 10⁻1ലാണ്, ഇത് 10⁻2ലാണ്, ഇത് 10⁻3ലാണ്. ഇത് 7000 ആവും, 200 ആവും അല്ലെ, 40 ആവും, 0 തന്നെയാണുള്ളത് അല്ലെ. അങ്ങനെ വെച്ചുള്ള കാൽക്കുലേഷൻ പോയിന്റ് ഇട്ടിട്ടുള്ളതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തൊരു നമ്പർ സിസ്റ്റം ആണ് ആര്? ബൈനറി. ഡെസിമലില് ടോട്ടൽ 9 സിമ്പിൾസ്, അതുകൊണ്ട് അതിന്റെ ബേസ് 10 ആയി. അടുത്ത ആളായിരുന്നു ബൈനറി. 2 സിമ്പിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ആ സിമ്പിൾസ് എന്ന് പറയുന്നത് 0ഉം 1ഉം ആണ്. അപ്പൊ അതിന്റെ കൗണ്ടിങ് സീക്വൻസ് നമ്മൾ എണ്ണാറില്ലേ, 1 2 3 4 എന്ന് പറഞ്ഞ എണ്ണാറില്ലേ, അതുപോലെ ബൈനറിയിൽ വരുന്ന എണ്ണ എങ്ങനെയാ? 0 എന്ന് പറഞ്ഞാൽ ഡെസിമലിൽ 0 തന്നെ, 1 എന്ന് പറഞ്ഞാൽ 1 തന്നെ. ഇനി 2 എന്ന് പറയുന്നതിന് കറസ്പോണ്ടിങ് ആളാരാ? 1 0. ദെൻ 3 എന്ന് പറഞ്ഞാൽ 1 1 ആണ്. ഇത് നമ്മൾ 15 വരെ പഠിച്ചു വെക്കണം. ഇനി അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി ഇപ്പൊ പറഞ്ഞു, നമ്മളൊരു നമ്പർ എഴുതുമ്പോൾ ആ നമ്പറിൽ പൊസിഷണൽ വെയിറ്റ്സ് എന്ന് പറയുന്നത് 2⁻0, 2⁻1, 2⁻3, 2⁻4 ഇങ്ങനെ വരിക എന്ന് പറഞ്ഞു, 2⁻5. എനിക്കിപ്പം എഴുതേണ്ട നമ്പർ 8 ആണ്. 8 എന്ന് പറയുന്ന ആള് ഏതൊക്കെ 2 പവേഴ്സ് കൂട്ടിയാൽ കിട്ടും? അല്ലാതെ അങ്ങനെ തന്നെ ഡയറക്റ്റ് തന്നിട്ടുണ്ടോ നോക്കാം. ഉണ്ട്. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ് അല്ലെ. 2⁻3, 2 × 2 × 2 എന്ന് പറഞ്ഞാൽ 8 ആണ്. അവര് മാത്രം എണ്ണാക്കുക, ബാക്കിയെല്ലാം 0 ആക്കിയത്. നിങ്ങൾക്ക് എത്ര ബിറ്റ് വെച്ചിട്ട്, ഇപ്പൊ 8 ബിറ്റ് ആണെങ്കിൽ ബാക്കി ഇവിടെ 2⁻6, 2⁻7, 3 ഇങ്ങനെ എഴുതിയാൽ മതി. ഇനി എനിക്ക് എഴുതേണ്ട ആള് 12 ആണ്. എങ്ങനെ 12 ആക്കി മാറ്റാം? 2ന്റെ പവേഴ്സിലുള്ള ആൾക്കാർ ഏതൊക്കെ കൂട്ടിയാൽ 12 കിട്ടും? 2ന്റെ പവേഴ്സിലുള്ള ആൾക്കാരാണ് 8ഉം 4ഉം അല്ലെ. ഇത് 2 ക്യൂബ് ആണ്, ഇത് 2 സ്ക്വയർ ആണ് അല്ലെ. ഇവര് കൂട്ടിയാൽ എനിക്ക് 12 കിട്ടും. 8 + 4 12 ആണ്. അപ്പം ആ പൊസിഷൻസിൽ എന്തിടാ? ആ പൊസിഷനിൽ 2⁻1, 2⁻² എഴുതാൻ വേണ്ടിട്ട്. അപ്പം ഈ പൊസിഷൻസിൽ നമ്മൾ എന്തിടാ? 1 ഇടാം. 2⁻3 ആണ് 8, 2⁻2 ഇവിടെ ഇടുക, ബാക്കിയെല്ലാം 0 ആക്കി കൊടുക്കാം. എന്ന് നമുക്ക് 12 കിട്ടും. ഇത് പഠിച്ചു വെക്കണം എന്തായാലും ഈ കൗണ്ടിങ് സീക്വൻസ്. ഇനി നമുക്ക് ഈ വലിയ നമ്പേഴ്സ് ഒക്കെ എഴുതണമെങ്കിൽ ഈ കാര്യം കൂടെ അറിഞ്ഞിരിക്കണം, അതുകൊണ്ടാണ് പറയുന്നത്. ദെൻ എനിക്ക് ഇപ്പം 14 എഴുതണം. അപ്പൊ 8 4 12 ഇവിടെ കിട്ടി അല്ലെ. അതിന്റെ കൂടെ 2ഉം കൂടി കൂട്ടണം എന്ന് പറഞ്ഞാൽ 8 4 12 ഇവിടെ വന്നു. ദെൻ 2ഉം കൂടി കൂട്ടണം എന്ന് പറഞ്ഞാൽ ഇയാളും കൂടി വേണം അല്ലെ. ഇങ്ങനെ എടുക്കാം നമുക്ക് വേണമെങ്കിൽ നമ്പർ. അപ്പൊ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഇത്രയും 8 ബിറ്റ്സ് വെച്ചിട്ടൊന്നും കണക്കിലല്ല. മിനിമം എത്ര ബിറ്റ്സ് വേണോ അത് വെച്ചിട്ടുള്ളതിലാണ് കൗണ്ടിങ് സീക്വൻസ് എഴുതിയിരിക്കുന്നത്. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയെടുക്കാം, പക്ഷെങ്കിൽ കാരണം നമ്മൾ ഈ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ നമ്മൾ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം ഒരു 15 വരെ എന്തായാലും പഠിച്ചു വെക്കും. അപ്പം അടുത്ത നമ്പർ സിസ്റ്റം ആണ് ഒക്ടൽ നമ്പർ സിസ്റ്റം. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബേസ് 8 ആണ്, 0 to 7 വരെയുള്ള ടോട്ടൽ 8 സിമ്പിൾസ് അല്ലെ. ഇതിൽ ഫസ്റ്റ് ലൈൻ നോക്കി, പൊസിഷണൽ വെയിറ്റഡ് നമ്പർ സിസ്റ്റം. കേട്ടിട്ട് ഞെട്ടൊന്നും വേണ്ട, നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഞാനിപ്പം 2 5 3 എന്ന് പറഞ്ഞ നമ്പർ എഴുതിയാൽ ഇവിടെ ഓരോ സിമ്പിളിന്, അത് 3 എന്ന് പറഞ്ഞ സിമ്പിളിന് ഒരു വെയിറ്റ് ഉണ്ട് അല്ലെ. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ ഉണ്ട്. കാരണം എന്താ, ഇത് ഇയാൾ കിടക്കുന്ന ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 8⁻0 എന്ന് പറഞ്ഞ പൊസിഷനാണ്. ഈ 5 കിടക്കുന്നത് 8⁻1 എന്ന് പറയുന്ന പൊസിഷനാണ്. 2 കിടക്കുന്നത് 8⁻2 എന്ന് പറയുന്ന പോർഷനാണ് അല്ലെ. ഈ ഓരോ സിമ്പിളും എവിടെ നിൽക്കുന്നു എന്നത് ഇതിന്റെ വാല്യൂവിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കാര്യമല്ലേ. ഇപ്പൊ ഞാൻ 5നെ എടുത്തിട്ട് ഇവിടെ ഇട്ടാൽ 5ന് വാല്യൂ കൂടി, കാരണം 5ന് ആരെ പൊസിഷനിലാണ് എടുക്കുന്നത്? 8². ഇപ്പൊ ഞാൻ ഇങ്ങനെ ഒരു നമ്പർ എഴുതിയാൽ ഇയൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ. 5ന് നേരത്തെ അത്രത്തോളം വാല്യൂ ഇല്ലായിരുന്നു, അപ്പം ഇപ്പൊ അതിന്റെ വാല്യൂ കൂടിയിട്ടുണ്ട്. അതിന് നമ്മൾ ഇതിന്റെ കാരണം ഞാൻ 743 എന്ന് പറഞ്ഞ ഡെസിമൽ നമ്പർ എഴുതുവാണെങ്കിൽ ഇവിടെ എനിക്ക് 7 എന്ന് പറഞ്ഞ 7000 ആണ് അല്ലെ, സോറി 700 ആണ് അല്ലെ, 700 ആണ്. ആ 7ന് ഞാൻ 473 എന്ന് എഴുതിയാൽ 70 ആവുന്നുള്ളൂ. കാരണം എന്താ, നമ്മൾ അതിൽ പൊസിഷണൽ വെയിറ്റ് ഉണ്ട്. പൊസിഷണൽ വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ 10⁻1 ആണ്. ആ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഇയാളെ വാല്യൂ തീരുമാനിക്കുന്നത്. അതാണ് ഇവിടെ പറയാൻ കാരണം. അതേ സാധനം അപ്ലിക്കബിൾ ആണ് ആർക്കും, ഒക്ടൽ ആയാലും ഹെക്സാഡെസിമൽ ആയാലും അപ്ലിക്കബിൾ ആണ്. പക്ഷെ മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂവിൽ വ്യത്യാസമുണ്ട്. ഡെസിമൽ ആണെങ്കിൽ നമ്മൾ 10 പവറിലുള്ള വാല്യൂസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുക. ഒക്ടൽ ആണെങ്കിൽ 8 പവേഴ്സിലുള്ള വാല്യൂസ് വെച്ചിട്ടാണ്. ഹെക്സാഡെസിമൽ ആകുമ്പോൾ 16 പവറിലുള്ള വാല്യൂസ് വെച്ചിട്ടാണ് മൾട്ടിപ്ലൈ. ഓക്കെ, അപ്പൊ ഇതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇനി റേഡിയസ് 8 ആണ്, അതൊക്കെ പറഞ്ഞല്ലേ. അടുത്തത് നമുക്കൊരു ഷോർട്ട് കട്ട് പോലെ യൂസ് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. എനിക്ക് ഒരു ഒക്ടൽ നമ്പർ ഉണ്ട്, അതിന്റെ കറസ്പോണ്ടിങ്
ബൈനറി എന്താന്ന് ചോദിച്ചാൽ ഒരു ഒക്ടൽ നമ്പർ ഉണ്ട്. അപ്പം ഇത് 253 എന്ന് പറയുന്ന ഒരു ഒക്ടൽ നമ്പർ. ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്താന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ബൈനറി 3 ബിറ്റ് വെച്ചിട്ട് എഴുതാം. അപ്പം 3 എന്ന് പറയുന്ന ആളുടെ ബൈനറി 11 ആണ് അല്ലേ? 11 എഴുതി കൂടാ, 3 ബിറ്റ് വെച്ച് എഴുതണം. കാരണം ബേസ് 8 ആണ്. 8നെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? 2⁵3 വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ 3 ആണ് നമ്മൾ എടുക്കുന്നത്. എത്ര ബിറ്റ് എടുക്കണം നോക്കാൻ വേണ്ടി. അപ്പൊ 3 ബിറ്റ് വെച്ചിട്ട് എഴുതാം. അപ്പൊ 3 ബിറ്റ് എന്നാണ് 0 1 നമ്മൾ ബിറ്റിന്റെ എണ്ണം കൂട്ടണമെങ്കിൽ നമുക്ക് 0 ചേർക്കാം. ഇനി 5 എന്ന് പറയുന്നത് എന്താണ്? ബൈനറി 101 ആണ്. 3 ബിറ്റ് തന്നെയാണ് ഇപ്പൊ ഉള്ളത്, അതിനോട് കൂട്ടൊന്നും വേണ്ട. 2 എന്ന് പറഞ്ഞാൽ 10 ആണ്. 3 ബിറ്റ് ആക്കാൻ വേണ്ടി ഞാൻ 010 നോക്കി. അപ്പൊ ഈ ഒക്ടൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്കൊരു ഒക്ടൽ നമ്പർ തന്നു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഓരോ ഡിജിറ്റിനെയും, അതിൽ തന്നിരിക്കുന്ന ഓരോ ഡിജിറ്റിനെയും 3 ബിറ്റ് വെച്ചിട്ട് എഴുതണം. ആവശ്യമില്ലാന്ന് വെച്ച് കട്ട് ചെയ്യരുത്. കാരണം വാല്യൂ പൊസിഷൻ, കാരണം നമ്മൾ ബൈനറിയും എന്താണ് ഒരു പൊസിഷനിൽ വെയിറ്റഡ് നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വാല്യൂവിൽ വ്യത്യാസം വരും. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം ബൈനറി ടു ഒക്ടൽ. നേരത്തെ ഞാൻ പറഞ്ഞു എങ്ങനെയാണ് നമുക്ക് ഒക്ടൽ നമ്പർ എന്ന ബൈനറിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏത് സാധനം തിരിച്ചും അപ്ലൈ ചെയ്യാൻ പറ്റില്ലേ? നോക്കാട്ടോ. നമുക്ക് തന്നിരിക്കുന്നത് ബൈനറി നമ്പർ ആണ് തന്നെ. ഇതിനെ ഒക്ടൽ ആക്കാനാ പറഞ്ഞത്. എന്ത് ചെയ്താൽ മതി? 3 ബിറ്റ് വെച്ചുള്ള ഗ്രൂപ്പ് ആക്കിയാൽ മതി. ഇത് 3 ബിറ്റ് ഒരു ഗ്രൂപ്പ്, ഈ 3 ബിറ്റ് ഒരു ഗ്രൂപ്പ്. ഇപ്പൊ ഇയാൾ എത്രയാ? 101 എന്ന് പറഞ്ഞാൽ 5 ആണ്, 110 എന്ന് പറഞ്ഞാൽ 6 ആണ്. കേട്ടോ, നമ്മളിത് പഠിച്ചു വെച്ചാൽ വേഗം മൈൻഡിൽ വരും. 101 എന്ന് പറഞ്ഞാൽ 5 ആണ്. അല്ലെ നമ്മൾ എന്ത് ചെയ്യണം? ഇത് 2⁵0, ഇത് 2⁵1, ഇത് 2⁵2. അപ്പൊ 2⁵2 എന്ന് പറഞ്ഞാൽ 4 + 1 5. ഇങ്ങനെയൊക്കെ എടുക്കണം. ഇത് നമുക്ക് ടൈം വേസ്റ്റ് ആണ്. നമ്മൾ കുറച്ച് ചെയ്ത് നമ്മുടെ മൈൻഡിലേക്ക് ഓരോ നമ്പറിനെയും ബൈനറി വന്ന് കയറും. 15 വരെയുള്ള സാധനം പഠിത്തം അവിടെ ഉണ്ടാവുന്നത് നല്ലതാണ് കേട്ടോ. 110 എന്ന് പറഞ്ഞാൽ 6 ആണ്. അപ്പം ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ എന്ന് പറഞ്ഞാൽ 65, ദ ബേസ് 8. ദെൻ അടുത്ത തന്നിരിക്കുന്നത് ഇതാ, ഇതിനെ 3 വെച്ചാക്കി ഇവിടെ ഒരു 3 ബിറ്റ് ആൾക്കാരെ എടുത്തു, ഇവിടെ 3 ബിറ്റ്. ഇനി നിങ്ങൾക്ക് 3 ബിറ്റ് എടുക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഇവിടെ 0 ചേർക്കാം കേട്ടോ. ഇനി ഇവിടെ ഒരു നമ്പറും കൂടി കിടക്കുന്നു, 1 കിടക്കുന്നു. ഇയാളെ ആക്കാൻ ഇനഫ് ബിറ്റ്സ് ഇല്ലല്ലോ, നമുക്ക് 0 ഇടാം. അപ്പൊ ഇതെന്താണ്? 1 എന്ന് പറഞ്ഞാൽ 1 തന്നെയാണ്. 111 എന്ന് പറഞ്ഞാൽ 7 ആണ്. 101 എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇവിടെ ഞാൻ 001 ഉണ്ടെങ്കിൽ അത് 1 ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ. ഓക്കെ, ഇനി ഒരു കാര്യം ചെയ്യട്ടെ. ഈ ഒക്ടൽ നമ്പർ ഞാനിപ്പോ ഇങ്ങനെ എഴുതിയ നമ്പർ 98 എന്ന് വരുമോ? ഇതൊരു ഒക്ടൽ നമ്പർ ആണ്. 981 അല്ലെങ്കിൽ 961 ഇതൊരു ഒക്ടൽ നമ്പർ ആണോ? അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരിക്കലും എന്താ 7നേക്കാൾ മേലുള്ള വാല്യൂസ് വരില്ല. കാരണം ഓൾറെഡി നമ്മൾ പറഞ്ഞു 0 to 7 വരെയുള്ള സിമ്പിൾസേ യൂസ് ചെയ്യും. ഇതൊരിക്കലും ഒക്ടൽ നമ്പർ അല്ല. നമ്മൾ എഴുതുമ്പോൾ എന്തെങ്കിലും രീതിയിൽ തെറ്റ് പറ്റിയാൽ നമ്മൾ അങ്ങനെയും കൂടി ചെക്ക് ചെയ്ത് വെക്കാം. തെറ്റ് പറ്റിയോന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ബൈനറി ടു ഒക്ടൽ. അപ്പം ഒക്ടൽ തന്ന ബൈനറി കാണാൻ പറഞ്ഞു. ഇനി നെക്സ്റ്റ് ബൈനറി ടു ഒക്ടൽ ആണ്. ബൈനറി ടു ഒക്ടൽ ആദ്യം പറഞ്ഞ പോലെ തന്നെ എന്താ, സോറി, അതാണ് നമ്മൾ നേരത്തെ ചെയ്തത്. അതേ സൊല്യൂഷൻ ഇവിടെ എഴുതിയതാണ്. ദെൻ ഒക്ടൽ ടു ബൈനറി. ഒക്ടൽ ടു ബൈനറി എന്ന് പറഞ്ഞാൽ ഒക്ടൽ നമ്പർ തരുന്നു, അതിന്റെ ബൈനറി എഴുതുന്നു. അതാണ് ഫസ്റ്റ് പറഞ്ഞത് അല്ലെ. ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് ബൈനറി എഴുതും. 1ന് കറസ്പോണ്ടിങ് 001 3 ബിറ്റ് വെച്ചിട്ട്. 4 എന്ന് പറഞ്ഞാൽ എന്താണ്? 100. 6 എന്ന് പറഞ്ഞാൽ 110. ഓക്കെ, ഇനി പോയിന്റ് ആയാലും കുഴപ്പമൊന്നുമില്ല. 367.52 ആണെങ്കിൽ 5ന്റെ പോയിന്റ് ഇവിടെയുള്ള സാധനം നമ്മൾ എഴുതുന്നു. ഫസ്റ്റ് എന്താണ്? 0.5 എന്ന് പറഞ്ഞാൽ 3 ബിറ്റ് വെച്ചിട്ട് 101. 2 എന്ന് പറഞ്ഞാൽ 010. 7 എന്ന് പറഞ്ഞാൽ 111. ഇതാണ് കറസ്പോണ്ടിങ്. ദെൻ 6 എന്ന് പറഞ്ഞാൽ 110. 3 എന്ന് പറഞ്ഞാൽ 011. ഓക്കെ, 3 ബിറ്റ് വെച്ച് എഴുതിയാൽ നമുക്കൊരു കറസ്പോണ്ടിങ് ബൈനറി കിട്ടും. ബൈനറി തന്നിട്ടുണ്ടെങ്കിൽ 3 ബിറ്റുള്ള ആൾക്കാർ ഒരുമിച്ച് എടുത്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് എഴുതി കൊടുക്കും. അതിന് കറസ്പോണ്ടിങ് ഒക്ടൽ നമ്പർ കിട്ടും. ദെൻ ഡെസിമൽ കൺവേർട്ട് ചെയ്യണമെങ്കിലോ എന്ത് ചെയ്താൽ തന്നാൽ മതി? ഓരോ ഡിജിറ്റും അതിനെ എന്ത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക? അതിന്റെ വെയിറ്റ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇപ്പൊ 17 ബേസ് 8 തന്നിട്ടുണ്ട്. ഇതാണ് ഒക്ടൽ നമ്പർ. അങ്ങനെ ഇയാളെ പൊസിഷണൽ വെയിറ്റ് എത്രയാ? 8⁻0. ഇതാള് 8⁻1. അപ്പൊ 1 ഇൻറ്റു, അതായത് ഈ ഡിജിറ്റ് ഇൻറ്റു അതിന്റെ പൊസിഷൻ വെയിറ്റ് 8⁻1 പ്ലസ് 7 ഇൻറ്റു ഇതിന്റെ പൊസിഷൻ വെയിറ്റ് 8⁻0. ഇതാണ് എത്ര വരും? 8 + 7 അല്ലേ?
8 പ്ലസ് 7 എന്ന് പറഞ്ഞാൽ 15 ആണ് ഇതിന്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നമ്പർ. പോയിന്റ് ആയാലും ഇതേ കാര്യമാണ് ചെയ്യേണ്ടത്. ഇവിടെ എന്ത് വരും? 8⁻⁻1 8 ഓരോ ഡിജിറ്റ് ഇൻറ്റു 8 വെച്ചിട്ട് ചെയ്യും. ഇത് ഞാൻ ആദ്യം പറയാത്തത് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ അത് ആവശ്യമില്ലാത്തതുകൊണ്ടാണ്. ഇതാണ് മെത്തേഡ്. ദെൻ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞു ഇയാൾ എന്താണ് പൊസിഷണൽ വെയിറ്റഡ് നമ്പർ സിസ്റ്റം ആണ് എന്ന് പറഞ്ഞാൽ ഓരോ ഡിജിറ്റിന്റെയും വാല്യൂ തീരുമാനിക്കുന്ന അതിന്റെ വെയിറ്റ് ആണ് അല്ലെ. വെയിറ്റ് ആണ് 16 പവറിലാണ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുക. ഇതിലെ സിംബൽസ് എന്ന് പറയുന്നത് ഇതാണ്. ഇതിന്റെ റാഡിക്സ് എത്രയാണ്? ബേസ് 16 അല്ലെ. അപ്പം ഇവിടെ എ എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ ഇവിടുന്ന് എക്സ്ട്രാ ഒരു 6 സിംബൽസിനെ കൂട്ടില്ല. ബാക്കിയെല്ലാം നമ്മൾ ഇത്രയും ആൾക്കാർ ഡെസിമലുള്ള ആൾക്കാർ തന്നെയാണ്. അതിന്റെ കൂടെ ഒരു 6 സിംബൽസ് കൂടെ. എ എന്ന് പറഞ്ഞാൽ 10 അല്ലെ. അതിന്റെ ഡെസിമൽ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ബി എന്ന് പറഞ്ഞാൽ 11 ആണ്, സി 12 ആണ്, ഡി 13 ആണ്, ഇ 14 ആണ്, എഫ് 15 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. 1010 ആണ് 10 എന്ന് പറഞ്ഞത്. 1011 ആണ് 11 110 8 4 കൂട്ടിയല്ലേ 12. ദെൻ 13 എന്ന് പറഞ്ഞാൽ 1101, 14 എന്ന് പറഞ്ഞാൽ 1110, 15 എന്ന് പറഞ്ഞാൽ 4 ones. എഫ് ഈ സാധനങ്ങൾ ഓർത്ത് വെക്കണം. അതുപോലെ ഈ നേരത്തെ പറഞ്ഞ പോലെ 15 വരെയുള്ള ബൈനറി പഠിക്കുക എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഇതൊക്കെ ഏത് ഡെസിമൽ നമ്പർ ആയിട്ട് വരുന്നു എന്നുള്ള കാര്യം പഠിച്ചു വെക്കണം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു ഒക്ടൽ എന്നാൽ 3 ബിറ്റുള്ള കറസ്പോണ്ടിങ് ബൈനറി എഴുതിയാൽ മതി. ഇവിടെ നേരെ 4 ബിറ്റുള്ള. കാരണം എന്താ? 16 ആണ് ബേസ്. 16 ബേസ് ആണ് 2⁴ ആണ്. അപ്പൊ 4 ബിറ്റ് വേണം എടുക്കാൻ. ഒക്ടൽ ആണ് 3 ബിറ്റ്. കാരണം 2�3 ആണ് 8. 2⁴ ആണ് 16. സോ 4 ബിറ്റ് വെച്ചിട്ട് വേണം നമ്മൾ കറസ്പോണ്ടിങ് ബൈനറി എഴുതാൻ പറ്റും. ഇപ്പം ബൈനറി ടു ഹെക്സാഡെസിമൽ. ബൈനറി തന്നിട്ടുണ്ട്, അതിന്റെ ഹെക്സാഡെസിമൽ ആണ് കാണാൻ പറഞ്ഞത്. ബൈനറി തന്നിട്ടുണ്ട് ഹെക്സാഡെസിമൽ ആക്കാൻ പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഹെക്സാഡെസിമൽ തന്നാൽ ബൈനറി എഴുതാൻ പറഞ്ഞാൽ 4 ബിറ്റ് വെച്ചിട്ടാണ് എഴുതിയത്. ഇവിടെ എന്ത് ചെയ്യണം? 4 ബിറ്റുള്ള ഓരോ ഗ്രൂപ്പും എടുക്കുക. ഇവിടെ ഇതാ ഇതൊരു ഗ്രൂപ്പ് 1 2 3 4 അല്ലേ. ഇവിടെ 3 4 ഇതാ. അപ്പൊ എന്ത് വരും? ഇത് 4 ബിറ്റ് 1001 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1001 എന്ന് പറഞ്ഞാൽ 9. 110 എന്ന് പറഞ്ഞാൽ 8. ഇത് 0101 ആണ് 5. ഇത് ഇവിടെ എന്താണ് ബാക്കി സീറോസ് നമുക്ക് ഇടാം. 1589. സോറി മാറിയിട്ടുണ്ടോ? 8 അല്ല 110 ആണ് വരുന്നത്. ഇവിടെ നോക്കാട്ടോ, സ്ലൈഡ് ബാക്ക് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട്. അപ്പം ഇവിടെ 1001 എന്ന് പറഞ്ഞാൽ 9 ആണ്. ദെൻ 1 2 3 4 ഇത് 6 ആണ്, ശരിയാണ്. ദെൻ 1 2 3 4 ഇത് 5 ആണ്. ദെൻ ഓക്കെ ഇത് 1 ആണ്. അപ്പം 1569 നേരത്തെ എന്തോ മിസ്റ്റേക്ക് പറ്റിയ 1569. ഇനി ബൈനറി ടു ഹെക്സാഡെസിമലിൽ വരുന്ന പോയിന്റ് ഫ്രാക്ഷൻ വരുന്ന കാര്യത്തിൽ ഫ്രാക്ഷൻ വരുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാരണം ഇവിടുന്ന് അങ്ങോട്ട് 4 ബിറ്റ് വെച്ചുള്ള ഗ്രൂപ്പ് ആക്കുന്നു. 1 2 3 4 ഇയാൾ ഒരു ഗ്രൂപ്പ്. 1 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മുടെ ഡെസിമലിലാകുമ്പോൾ പോയിന്റ് ഫ്രാക്ഷൻ ആണ്. ഇവിടെയാണ് പോയിന്റ് അല്ലെ. കാരണം നമുക്ക് 0.5 എന്ന് എഴുതിയാലേ ഇറ്റ് ഈസ് ഈക്വൽ ടു 0.50 ആണ് അല്ലെ. ഇവിടെ 0 ഇടുന്നതിന് കുഴപ്പമില്ല, ഇങ്ങനെയും എഴുതാം. അതേ സ്ഥാനത്ത് ഈ 0.5നെ നമുക്ക് ഒരിക്കലും എങ്ങനെ എഴുതാൻ പറ്റില്ല? 0.05 എന്ന് എഴുതാൻ പറ്റില്ല. ഇവിടെ ഇടാൻ പറ്റില്ല. നമുക്ക് ബിറ്റ് കുറച്ച് കൂട്ടണം അല്ലെ, ഡിജിറ്റ്സ് കുറച്ച് കൂട്ടണം എന്ന് വെച്ചാൽ 0 കയറി ഇവിടെ ഇട്ടുവിടാം. അപ്പൊ വാല്യൂല് വ്യത്യാസം വരും. കാരണം ഇവിടെ ഇട്ടാൽ ഇയാളുടെ പൊസിഷണൽ വെയിറ്റ് 16⁻²ലേക്ക് ഷിഫ്റ്റ് ചെയ്ത് പോയി. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകാൻ പാടില്ല. അപ്പം ഇതെന്ന് പറഞ്ഞാൽ ഇത് 1100 എന്ന് പറഞ്ഞാൽ എന്താണ്? സി ആണ്. 8 4 12 സി ആണ്. ദെൻ 1101 എന്ന് പറഞ്ഞാൽ എന്താണ്? 13 ഡി ആണ്. ഇവിടുന്ന് അങ്ങോട്ട് 4 ബിറ്റ് ഇതുള്ള ഗ്രൂപ്പ് ആക്കിയാൽ ഇതെന്താണ്? 5 ആണ്. ഇതെന്താണ്? 0110 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇത് 0 ആണ്. ഇത് എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം നമ്മൾ 5 എന്നുള്ളത് ഇങ്ങനെ എഴുതാം, 5 എന്ന് എഴുതി. ദെൻ ഹെക്സാഡെസിമൽ ടു ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന നേരെ തിരിച്ചു ചെയ്യുന്ന കാര്യം നമ്മൾ പറഞ്ഞു. ഓരോ ബിറ്റിനും കറസ്പോണ്ടിങ് 4 ബിറ്റ്, ഓരോ ഡിജിറ്റിനും കറസ്പോണ്ടിങ് 4 ബിറ്റ് വെച്ച് എഴുതാം. 2 എന്ന് പറഞ്ഞാൽ 0010 ആണ്. ബി എന്ന് പറഞ്ഞാൽ 11 ആണ്. 11 എന്ന് പറഞ്ഞാൽ 1011 ആണ്. ദെൻ എ എന്ന് പറഞ്ഞാൽ 1010 10 ആണ്. 3 എന്ന് പറഞ്ഞാൽ 001. ഓക്കെ, ആണ് ഇതിന്റെ കറസ്പോണ്ടിങ് ബൈനറി. ദെൻ ഹെക്സാഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിലോ
ഒന്നുമില്ല, ഡെസിമലിലേക്ക് എന്ത് ചെയ്യണമെങ്കിലും അതിൽ ഓരോ ഡിജിറ്റിനെയും അതിന്റെ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പം 1f ബേസ് 16 ആണ്. എഫ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 15 ആണ്. എഫ് 15 ആണ്. അപ്പം ഞാൻ ആദ്യം അതിന്റെ എഫ് ഇട്ടിരുന്നു. എഫ് ഇവിടെ 16⁻0 ആണ്, ഇത് 16⁻1 ആണ്. 16⁻0 പ്ലസ് 1 ഇൻറ്റു 16⁻1. 1 ഇൻറ്റു 16⁻1 എന്ന് പറഞ്ഞാൽ 16 തന്നെ. ദെൻ എഫ് എന്ന് പറഞ്ഞാൽ എത്രയാ? 15 ഇൻറ്റു 16⁻0 എന്ന് പറഞ്ഞാൽ 1. അപ്പം 16 പ്ലസ് 15 ദാറ്റ് ഈസ് ഈക്വൽ ടു 31. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ നേരെ ഹെക്സാഡെസിമൽ ടു ഡെസിമൽ ആണ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമുക്ക് വലിയ നമ്പർ വരുവാണെങ്കിൽ നമുക്ക് അതിനെ സിമ്പിൾ ആക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം? ഹെക്സാഡെസിമലിൽ പിടിച്ച് ബൈനറി ആക്കാം. ബൈനറിനെ പിന്നെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. കാരണം ഹെക്സാഡെസിമൽ ടു ബൈനറി എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് വെച്ചിട്ടുള്ള എഴുതിയാൽ മതി. അപ്പൊ 1Fന്റെ കേസിൽ 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 0001. എഫ് എന്ന് പറഞ്ഞാൽ 4 ബിറ്റ് വെച്ച് എഴുതുമ്പോൾ എല്ലാം വൺസ് അല്ലെ, 4 വൺസ്. ഇനി ഇതിന്റെ കറസ്പോണ്ടിങ് ഇത് ബൈനറി ആണ്, ഇതിന്റെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഇയാൾ 2⁻0 എന്ന് പറഞ്ഞ പൊസിഷൻ, ഇത് 2⁻1 ആണ്, ഇത് 2⁻2 ആണ്, ഇത് 2⁻3 ആണ്, ഇത് 2⁻4 ആണ്. 2⁻4 എന്ന് പറഞ്ഞാൽ 16 ആണ്. 2⁻3 എന്ന് പറഞ്ഞാൽ 8 ആണ്. 2⁻2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 2⁻1 2 തന്നെ, then 1 എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു എത്ര വരും? 24, 28, 30, 31, 31 ആയിട്ട്. ഇനി ഇപ്പൊ ഇത്രയാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്നും കൂടെ നോക്കാം. തന്നിരിക്കുന്നത് 1181 by ബേസ് 18. അപ്പൊ അതെന്താണ്? ഒക്ടൽ ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 1209 ബേസ് 16 എന്ന് പറഞ്ഞാൽ അതെന്താണ്? ഹെക്സാഡെസിമൽ ആണ്. അപ്പൊ നമുക്ക് കാണാൻ പറഞ്ഞിരിക്കുന്നത് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ആണ് ചോദിച്ചിരിക്കുന്നത്. എക്സും വൈയും എവിടെയാണ് കിടക്കുന്നത്? ഒക്ടലിലാണ് കിടക്കുന്നത്. അപ്പം ഈ വാല്യൂ എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഒക്ടലിലുള്ള ഒരു നമ്പർ ഈസ് ഈക്വൽ ടു ഹെക്സാഡെസിമലിൽ ഇന്ന നമ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറച്ച് ഒക്ടൽ തന്നതിൽ കുറച്ച് ഡിജിറ്റ്സ് വിട്ടിട്ടുണ്ട്. ആ ഡിജിറ്റ്സ് ഏതൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇത് ചെയ്യാൻ നമുക്ക് 2 മെത്തേഡ് ഫോളോ ചെയ്യാം. അതായത് ഒരേ മെത്തേഡ് തന്നെ രണ്ട് ഒരു ഇന്റർമീഡിയറ്റ് സിസ്റ്റം എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് അങ്ങനെ പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നും വിചാരിക്കേണ്ട. 8 ബേസും 16 ബേസും ആണ് തന്നിരിക്കുന്നത്. അപ്പൊ ഒന്നുകിൽ നിങ്ങൾക്ക് ഇതിനെ എന്ത് ചെയ്യാം? 2 നമ്പേഴ്സിനെയും ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് വാല്യൂ കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ 2 നമ്പറിനെയും ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് എക്സും വൈക്കും കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് ആദ്യം ഇതിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കാം. ഏതിലേക്ക്? നമ്മളുടെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നോക്കാം. ഇപ്പൊ 11 x1y ബേസ് 18 ആണ് ഞാൻ ഫസ്റ്റ് കൺവേർട്ട് ചെയ്യുന്നത്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്താ പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന ആൾക്കാരുടെ ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒക്ടലിനാണ്. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് അതിന്റെ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അല്ലേ. ഇത് 8⁻0 ഇത് 8⁻1 ഇത് 8⁻2 ഇത് 8⁻3 ഇത് 8⁻4. അപ്പം ഇതിന് നമുക്ക് 1 ഇൻറ്റു 8⁻4 പ്ലസ് 1 ഇൻറ്റു 8⁻3 പ്ലസ് എക്സ് ഇൻറ്റു 8⁻2 അല്ലേ, ഇൻറ്റു 8⁻2 പ്ലസ് 1 ഇൻറ്റു 8⁻1 പ്ലസ് y ഇൻറ്റു 8⁻0 അല്ലേ. ഇത് ഈസ് ഈക്വൽ ടു ഇത് 8⁻4 എത്രയാ? 8⁻4 നമുക്ക് എന്ത് ചെയ്യാം? 2⁻3 ഇൻറ്റു 2⁻3 ആണ് 8 4 അല്ലേ എന്ന് പറഞ്ഞാൽ 2 ഇതിന് 3⁻4 എന്നുള്ളത് ഇങ്ങനെ എഴുതിക്കൂടെ അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ എത്രയാ അറിയോ? 4096 എന്ന് പറഞ്ഞാൽ 2⁻10 ഇത് നമുക്കറിയാം 1 KB എത്രയാ? 1024. 2⁻11 എന്താണ്? 2048. അതിന് പിന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു എന്താണ്? 4096 വരും. ഓക്കെ, 4096. ഇത് പറഞ്ഞ പോലെ നെക്സ്റ്റ് ആൾ എത്ര വരും? 2⁻3 ഇപ്പൊ എന്ത് വരും? 2⁻3 എന്ന് പറഞ്ഞാൽ 2⁻9 എന്ന് പറഞ്ഞാൽ 512 വരും. പ്ലസ് എക്സ് ഇൻറ്റു 8² അതായത് 64x വരും. പ്ലസ് 1 ഇൻറ്റു 8 8 അല്ലേ. പ്ലസ് y ഇൻറ്റു 8⁻0 എന്ന് പറഞ്ഞാൽ 1 ആണ്. 8⁻0 1 ആണ്, അപ്പം y വരും. അപ്പൊ ഇതല്ലേ നമുക്ക് കിട്ടിയത്. ഇനി ഇതവിടെ വയ്ക്കുന്നേ. വിച്ച് ഈസ് ഈക്വാലന്റ് ടു എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മളോട് പറഞ്ഞിട്ട് 12C9
ആ 1 to C9 അതിനെ കൺവേർട്ട് ചെയ്യാം. 16 ബേസ് 16 ആണ് തന്നിരിക്കുന്നത്. ഇതിനെ കൺവേർട്ട് ചെയ്താൽ എന്ത് വരും? ഇത് 16 raised to 0 ആണ്, ഇത് 16 raised to 1 ആണ്, ഇത് 16 raised to 2 ആണ്, ഇത് 16 raised to 3 ലാണ്. അപ്പം എന്ത് വരും? 1 into 16 raised to 3 plus 2 into 16 square plus C into 16 raised to 1 plus 9 into 16 raised to 0. 16 raised to 3 എന്ന് പറയുന്ന സാധനം എത്ര വരും? 16 നമുക്ക് 2 raised to 4 raised to 3 എന്ന് പറഞ്ഞാൽ 2 raised to 4 raised to 3 എന്നാൽ 2 raised to 12. അത് നേരത്തെ പറഞ്ഞ ആൾ തന്നെ. 4096 plus 2 into 16 square. 16 നമുക്ക് 2 raised to 4 എഴുതാം. സ്ക്വയർ വരുന്ന ഇവിടെ. ദെൻ അത് എന്ന് പറയുന്നത് 2 raised to 8 ആവും. 2 raised to 8 into 2 എന്ന് പറഞ്ഞാൽ 2 raised to 9 എന്ന് പറഞ്ഞാൽ എത്ര വരും? 512 is equal to 16 into C എത്രയാ? C എന്ന് പറഞ്ഞാൽ 12 ആണ്. 16 into C ചെയ്താൽ 16 into 12 ചെയ്താൽ എന്ത് വരും? 192 വരും അല്ലേ? 192 പ്ലസ് 9 പ്ലസ് 9. ഇപ്പം നമുക്ക് പറഞ്ഞിട്ടുണ്ട് എന്തേ? ഈ രണ്ടാൾക്കാരും ഈക്വൽ ആണ്. ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ ഈ കാരണം ഞാൻ ശരിക്കും എഴുതേണ്ടത് ഇവിടെ വരും. ഇയാളെ ഞാൻ ലെഫ്റ്റ് സൈഡിലാണ് ഇവിടെ എഴുതേണ്ടത്. തൽക്കാലം 4096 പ്ലസ് 512 പ്ലസ് 64x പ്ലസ് 8 പ്ലസ് y. ഇതിൻ്റെ ഇവിടെ അതേപോലെ ഇയാളുണ്ട്. ഇത് 512 ഉണ്ട്, 512 ഉണ്ട്. ദെൻ നമുക്കിതിനെ എങ്ങനെ എഴുതാം? 64x പ്ലസ് y ഈസ് ഈക്വൽ ടു 193 വരില്ലേ? ഇവിടെ 8 ഇവിടെ 9 ഉള്ളത് ഇത് കട്ട് ചെയ്താൽ ഇയാൾ ഇവിടെ 1 ഉണ്ടാവും. 192 പ്ലസ് 1 193. അപ്പം ഈ ഇതിൽ നമുക്ക് എന്താ തന്ന ഓപ്ഷൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. 64xന്റെ വാല്യൂ 5 കൊടുത്ത് എന്ത് വരും? 64 into 5 ബാക്കി 2 320 വരും അല്ലേ? 320ന്റെ കൂടെ എന്തെങ്കിലും കൂട്ടിയ 193 കിട്ടുമോ? ഇല്ല. അപ്പൊ ഈ 5 എന്തായാലും ഇല്ല. അതിന്റെ മേലുള്ള വാല്യൂ എന്തായാലും വരില്ല. ഇനി ഇത് 5 ആണ്, ഇയാളും അല്ല. ഇതിന്റെ താഴെയുള്ള ആളെ വെച്ച് നമുക്ക് നോക്കാം. 64 into 3 12 192 അല്ലേ? 192 കിട്ടുന്നുണ്ട്. അപ്പം 64 into 3 പ്ലസ് 193 കിട്ടാൻ ആരെ കൂട്ടണം? 1 കൂട്ടണം. അപ്പൊ ആൻസർ എന്ന് പറഞ്ഞാൽ 3 1 ആണ് അല്ലേ? അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് ഒന്ന് നോക്കാം. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ ഡെസിമലിലേക്കാണ് കൺവേർട്ട് ചെയ്തത്. ഇനി ഞാൻ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നത്. രണ്ടാളെയും പിടിച്ച് ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇയാളെ ഞാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ തന്ന ആളാണ്. ഇയാളെ എനിക്ക് കൺവേർട്ട് ചെയ്യാൻ എക്സും വൈയും എന്താണെന്ന് അറിയില്ല. അപ്പം ആദ്യം ഞാൻ ഇയാളെ കൺവേർട്ട് ചെയ്യുന്നത്. 1 to C9 എന്ന് പറഞ്ഞത് 9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 എത്രയാണ്? 1001. C എന്ന് പറഞ്ഞാൽ 1101. ഇനി 12 എന്ന് പറഞ്ഞാൽ 1001. സോറി, 1100. 12 അല്ലേ വേണ്ടോ? 2 എന്ന് പറഞ്ഞാൽ 2 എത്ര വരും? 2 എത്ര വരും? 0010. ഇനി 1 എന്ന് പറഞ്ഞാൽ 0001. 4 ബിറ്റ് വെച്ച് എഴുതി. ഇനി നമുക്ക് നോക്കാല്ലേ, തിരിച്ച് ഒക്ടലിലേക്കല്ലേ കൺവേർട്ട് ചെയ്യേണ്ടത്? തിരിച്ച് ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്ത് ഹെക്സാഡെസിമലിനെ ഞാൻ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് 4 ബിറ്റ് വെച്ചുള്ള ഗ്രൂപ്പ് ആക്കി. ഇനി നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഈ തന്നൊരു ബൈനറിയാണ്. ഈ ബൈനറി ഒക്ടലിൽ ഈക്വൽ ആണെന്ന് പറഞ്ഞത്. ഒക്ടൽ ഈ നമ്പറിന് ഈക്വൽ ആണ്. അപ്പൊ തിരിച്ച് ചെയ്യണമെങ്കിൽ 3 ബിറ്റുള്ള ഗ്രൂപ്പ് ആക്കണം. അപ്പൊ ഈ 3 ബിറ്റുള്ള ആളെടുത്തു. അതിനാണ് ഇവർ ബൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇയാൾ എത്രയാണ്? അപ്പം 1 അല്ലേ? ഇതിനെ കറസ്പോണ്ടിങ് നമ്മളോട് തിരിച്ച് എഴുതാൻ പറഞ്ഞാലോ ഒക്ടൽ എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ 1 എഴുതും. ആ സ്ഥാനത്താണ് ഇവർ തന്നിരിക്കുന്ന വൈ. ദെൻ അടുത്ത ആളെ നോക്കാം. അടുത്ത 3 ബിറ്റിന് എഴുത്തു. 3 ബിറ്റ് എടുത്തു. ഇയാൾ എത്രയാണ്? 1 ആണ്. അതാണ് അല്ലേ 1 തന്നെ നമുക്ക് തന്നിരിക്കുന്നത്. ദെൻ അടുത്ത 3 ബിറ്റ് എടുത്തു. 1 2 3. ഇത് എത്രയാണ്? 3. അത് നമ്മളോട് എക്സ് ആന്ന് പറഞ്ഞത്. 3 എക്സിന്റെ സ്ഥലത്ത് എവിടെയാണ് എടുക്കുന്നത്? 3. ദെൻ അടുത്ത 3 ബിറ്റ് എടുത്താൽ കറക്റ്റ് ആണോ നോക്കാം. അടുത്ത 3 ബിറ്റ് എടുത്തു. 1 ആണ്. അടുത്ത 3 ബിറ്റ് എടുത്തു. എന്താണ്? 1 ആണ്. അപ്പം എക്സ് കിടക്കുന്ന കറസ്പോണ്ടിങ് വാല്യൂ നമുക്ക് എത്ര കിട്ടിയ? 3 ആണ് കിട്ടിയത്. അപ്പം അതിന്റെ വാല്യൂ വേഗം കഴിയുന്നുണ്ട് അല്ലേ പരിപാടി? അപ്പൊ ഇതാണ് കുറച്ചും കൂടി ഷോർട്ടസ്റ്റ് മെത്തേഡ്. അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാം. ഡെസിമലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം, ഇത് ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ അറിയാം. പക്ഷെ നമ്മൾ ഒരു ഇങ്ങനെയുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഷോർട്ടസ്റ്റ് പാത്തിൽ പോയാൽ നമ്മൾ വെറുതെ നേരത്തെ കുറെ മൾട്ടിപ്ലൈ ചെയ്തും തിരിച്ചു മറിച്ചൊക്കെ സമയം പോക്കുന്നുണ്ട് അല്ലേ? ഇത് ഒറ്റയടിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് 1 മിനിറ്റിനുള്ളിൽ ചെയ്തെടുക്കാൻ പറ്റിയ കാര്യമാണ്. അപ്പം കുറെ പ്രാക്ടീസ് വന്നാൽ നമുക്ക്
ഇങ്ങനത്തെ കാര്യങ്ങളിലും വേഗം സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റും. അതുപോലുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് 246 ബേസ് 8 ഈസ് ഈക്വൽ ടു 0/212. ഇതിൽ y എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിലുള്ള വാല്യൂ തന്നിരിക്കുന്നത് എന്താണ്? 4 ബേസ് ആയിട്ടുള്ള നമ്പർ സിസ്റ്റം. അപ്പോൾ ഒക്ടലാണ് നമുക്കറിയാം എന്ത് ചെയ്യാം, അതിന് കറസ്പോണ്ടിങ് ബൈനറി എഴുതാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്താൽ മതി, 3 ബിറ്റുള്ള ഗ്രൂപ്പ് ആക്കും. 3 ബിറ്റുള്ള കറസ്പോണ്ടിങ് ബൈനറി എഴുതിയാൽ മതി. അപ്പം 246 ബേസ് 8 എന്ന് പറയുന്നതിന്റെ കറസ്പോണ്ടിങ് ബൈനറി എഴുതുന്ന ആദ്യം 6ന്റെ എഴുതുന്നു, 3 ബിറ്റ് 110. 4 എന്ന് പറഞ്ഞാൽ എത്രയാ, 100. 2 എന്ന് പറഞ്ഞാൽ 10 ആണ്, 3 ബിറ്റ് ആക്കാൻ 010. ഇനി എന്താ തന്നിരിക്കുന്നത്, ഇത് ഈസ് ഈക്വൽ ടു ബേസ് 4 ഒരാളായിട്ടാണ് ഈക്വൽ പറഞ്ഞത്. ബേസ് 4 ആയാലും നമുക്ക് ആ ബേസ് 4 നമ്പറിനെ കാണാൻ എത്ര ബിറ്റുള്ള ഗ്രൂപ്പ് എടുക്കണം? 4 ആണ് തന്നിരിക്കുന്നത്, ബേസ് 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ 2 സ്ക്വയർ ആണ്. അപ്പൊ 2 ബിറ്റുള്ള ഗ്രൂപ്പ് എടുക്കണം. കാരണം 8 ആയപ്പോൾ നമ്മൾ എഴുതി 2⁻3 ആണ്, 16 ആയപ്പോൾ 2⁻4 ആണ് 16. ഇനി ഇത് തന്നിരിക്കുന്നത് 4 ആണ്, ഇത് 2⁻2 ആണ്. അപ്പൊ 8 ആയപ്പോൾ 2:3 ആയതുകൊണ്ട് നമ്മൾ 3 ബിറ്റുള്ള ഗ്രൂപ്പാണ് എടുത്തത് അല്ലേ. 16 ആയപ്പോൾ 16 എന്ന് പറഞ്ഞാൽ 2:4 ആണ്, അപ്പൊ 4 ബിറ്റുള്ള ഗ്രൂപ്പാണ് എടുത്തത്. അതുപോലെ ഇവിടെ 4 ആണ് തന്നിരിക്കുന്നത്, 2:2 ആണ്, അപ്പൊ 2 ബിറ്റുള്ള ഗ്രൂപ്പ് എടുക്കണം. അപ്പൊ 2 ബിറ്റുള്ള ഗ്രൂപ്പ് എടുക്കുമ്പം ഇത് 2 ആണ്. ഓക്കെ, നമുക്ക് തന്നിരിക്കുന്നത് 2 ആണ്. ദെൻ ഇതെന്താണ്, 2 ബിറ്റുള്ള ഗ്രൂപ്പ് എടുക്കുന്നു, ഇത് 1 ആണ്, നമുക്ക് തന്നിരിക്കുന്നതും 1 ആണ്. ഇനി ഇത് 10 എന്ന് പറഞ്ഞാൽ 2 ആണ്, നമുക്ക് തന്നിരിക്കുന്നത് 2 ആണ്. ഇനി അടുത്ത നമ്മളെ y ആണ്. ആ y എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഇതെന്താണ്, 2 ആണ്. ഇത് y എന്നാണ്, ഇപ്പൊ 2 ആണ് കിട്ടിയത്. ഇതെന്താണ്, 0 അല്ലേ. അപ്പൊ y-ന്റെ കേസിൽ നമുക്ക് കിട്ടിയത് ആരാണ്, 2 ആണ് കിട്ടിയത്. അപ്പൊ നമ്മളെ ആൻസർ 2 ആണ്. ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ തന്നതിൽ നമുക്ക് കണ്ണുപൂട്ടി ഒരാളെ ചവിട്ടി പുറത്താക്കാം, ഈ ബി എന്ന് പറയും, ഓപ്ഷൻ ബി. കാരണം എന്താ, ബേസ് 4 ആണ് തന്നിരിക്കുന്നത്, അപ്പൊ അതിൽ ആരില്ല, 5 എന്ന് പറയുന്ന ആൾക്ക് റോൾ ചെയ്യില്ല. പിന്നെ വരാൻ ചാൻസ് 0 ആവാം, 1 ആവാം അല്ലേ. 0 ആവാം, 1 ആവാം, 0 ആവാം, 1 ആവാം, 2 ആവാം, 3 വരെ പോവാം. അങ്ങനെ ടോട്ടൽ 4 സിമ്പിൾസ്. അപ്പൊ ഇവരിൽ ആരെങ്കിലും ഒക്കെ ആവാം. ഇപ്പൊ തന്ന ഓപ്ഷൻസ് 0, 1, 2 ഉണ്ട്. ഇതിൽ ആരൊക്കെ ആൻസർ ആവും. ഓക്കെ, അപ്പം ഇത് അതുപോലെ വന്നൊരു ക്വസ്റ്റ്യൻ ആണ്. സോ അതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഞാൻ ഈ ഒരു ക്വസ്റ്റ്യനായിട്ട് ബന്ധപ്പെട്ട കാര്യം മാത്രമാണ് പറഞ്ഞത്. അല്ലാതെ ഹെക്സാഡെസിമൽ ആയാലും ഒക്ടലായാലും അതിന്റെ അഡീഷനും അതുപോലെ അതേ ക്വസ്റ്റ്യനിൽ തന്നെ വന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഒരു 8's കോംപ്ലിമെന്റ് അങ്ങനെ കാണാൻ വേണ്ടിയിട്ട്. അതിപ്പം ഒക്ടൽ നമ്പർ സിസ്റ്റം എടുക്കുമ്പോൾ അതിൽ വരുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ ബൈനറി എഡിഷൻ, സൈൻ നമ്പേഴ്സിന്റെ എഡിഷൻ, അൺസൈൻ നമ്പേഴ്സിന്റെ എഡിഷൻ, സബ്ട്രാക്ഷൻ, അരിത്മെറ്റിക് ഓപ്പറേഷൻസ്. ഈ പറഞ്ഞ ഒക്ടലായാലും ഹെക്സാഡെസിമൽ ആയാലും അതിന്റെ അരിത്മെറ്റിക് ഓപ്പറേഷൻ, എഡിഷൻ എങ്ങനെ പെർഫോം ചെയ്യാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യനിൽ വേണ്ട കാര്യം മാത്രമാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നിർത്താം. താങ്ക് യു.